ET മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ഓഹരിയിൽ നിക്ഷേപം നടത്തുമ്പോൾ ഒരു നിക്ഷേപകൻ ധാരാളം ഘടകങ്ങൾ പരിഗണിക്കാറുണ്ട്. ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണ് ഒരു കമ്പനിയുടെ മൂല്യത്തെ വിലയിരുത്തുന്നത്. എങ്കിലും കമ്പനിയുടെ സ്ട്രെങ്ത് പരിശോധിക്കുമ്പോൾ കോമൺ ആയി നമ്മൾ നിർബന്ധമായി നോക്കേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എങ്ങനെ വിലയിരുത്താമെന്ന് മനസ്സിലാക്കാം. അതിനായി ഒരു കമ്പനിയുടെ കേസ് സ്റ്റഡി നോക്കാം. ഇതിലൂടെ രണ്ട് നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഒന്ന്, എങ്ങനെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള കമ്പനികളുടെ ക്യാഷ് ഫ്ലോ എന്നത് വിലയിരുത്താൻ പഠിക്കാം. രണ്ടാമത്, ഇന്ന് പറയുന്ന കമ്പനിയുടെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്നതും വിലയിരുത്താം. ഒരു ബിസിനസ് വലിയ ലാഭത്തിലാണെന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടാകാം. പക്ഷേ കയ്യിൽ നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥ ചിലപ്പോൾ ആ കമ്പനിക്ക് ഉണ്ടാകാം. പ്രോഫിറ്റും ക്യാഷും രണ്ടാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ഒരു ബിസിനസിന്റെ യഥാർത്ഥ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചേ മതിയാകൂ. ഒരു നിശ്ചിത കാലയളവിൽ ബിസിനസ്സിലേക്ക് വന്ന പണവും ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയ പണവുമാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ആദ്യത്തേത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും വരുന്ന ക്യാഷ് ഫ്ലോ ആണ്. അതായത് ബിസിനസിന്റെ മെയിൻ ഇടപാടുകൾ വഴി വരുന്ന പണം. ഉദാഹരണത്തിന് സെയിൽസ് വഴി വരുന്നത്, ചെലവുകൾക്ക് പോകുന്നത്, അങ്ങനെയൊക്കെ. രണ്ടാമത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലുള്ള ക്യാഷ് ഫ്ലോ ആണ്. അതായത് കമ്പനി വാങ്ങുന്ന മെഷീനറികൾ, ഫർണിച്ചറുകൾ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ എന്നിവയൊക്കെയാണ് ഇവിടെ കണക്കാക്കുന്നത്. അടുത്തത് ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് ക്യാഷ് ഫ്ലോ ആണ്. ഇത് ബിസിനസ്സിനായി എടുത്ത ലോണുകൾ, അത് തിരിച്ചടയ്ക്കുന്നത് അല്ലെങ്കിൽ ഡിവിഡൻഡ് നൽകുന്നത് എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ക്യാഷ് ഫ്ലോയെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. ഇത് എന്തിനാണ് നമ്മൾ നോക്കുന്നത്? ഒന്നാമതായി ബിസിനസിന്റെ ലിക്വിഡിറ്റി അറിയാൻ സാധിക്കുമെന്നതാണ്. അതായത് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ചെലവാക്കാൻ കയ്യിൽ പണമുണ്ടോ എന്ന് ഇത് പറയും. രണ്ടാമതായി കടം വീട്ടാനുള്ള കഴിവ് കമ്പനിക്കുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃത്യസമയത്ത് ലോണും പലിശയും അടയ്ക്കാൻ ബിസിനസിന് സാധിക്കുമോ എന്ന് ക്യാഷ് ഫ്ലോ നോക്കിയാൽ അറിയാൻ പറ്റും. മൂന്നാമതായി ബിസിനസ് വിപുലീകരിക്കാൻ, അതായത് എക്സ്പാൻഷനുള്ള കപ്പാസിറ്റി ആ കമ്പനിക്ക് ഉണ്ടോ എന്ന് നമുക്ക് ക്യാഷ് ഫ്ലോ മനസ്സിലാക്കി തരും. ലാഭം ഒരു ബിസിനസിന്റെ വിജയമാണെങ്കിൽ ക്യാഷ് ഫ്ലോ അതിന്റെ നിലനിൽപ്പാണ്. ക്യാഷ് ഈസ് കിങ് എന്ന് പറയുന്നത് വെറുതെ അല്ല. അതുകൊണ്ട് ബിസിനസിന്റെ ക്യാഷ് ഫ്ലോ കൃത്യമായി മോണിറ്റർ ചെയ്യുക. ഇന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വിലയിരുത്തുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. ആദ്യമേ പറയട്ടെ, ഇത് ഓഹരി വാങ്ങാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ അല്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോക്കിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് എന്ന സ്റ്റോക്ക് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് കമ്പനി പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്നത്. കൂടാതെ മറ്റ് വളങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിപണനവും വിതരണവും കമ്പനി നടത്തി വരുന്നുണ്ട്. ഫോസ്ഫറിക് ആസിഡ് നിർമ്മാണത്തിനായി മൊറോക്കോയിൽ ഈ കമ്പനിക്ക് ഒരു സംയുക്ത സംരംഭവും ഉണ്ട്. പണ്ട് സോഫ്റ്റ്വെയർ ബിസിനസ് രംഗത്തും കമ്പനി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ 2021 സാമ്പത്തിക വർഷത്തിൽ സോഫ്റ്റ്വെയർ വിഭാഗത്തിന്റെ ആസ്തികൾ വിൽക്കുകയും ബാധ്യതകൾ കൈമാറുകയും ചെയ്തുകൊണ്ട് ആ ബിസിനസ് പ്രവർത്തനങ്ങൾ കമ്പനി ഇപ്പോൾ അവസാനിപ്പിച്ചു. ഈ കമ്പനി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇതിന്റെ പല ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സും ഹെൽത്തിയായി കാണാമെന്നുള്ളതാണ്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ഏകദേശം 17,881 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനിയാണ്. നിലവിൽ ഓഹരി ഒന്നിന് 446 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. കമ്പനിയുടെ PE റേഷ്യോ 9.33 ടൈംസ് ആണ്. ഇത് ഇൻഡസ്ട്രി PEയേക്കാൾ കുറവായതിനാൽ ഓഹരി വില അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയാം. കമ്പനിയുടെ ബുക്ക് വാല്യൂ 246 രൂപയാണ്. മികച്ച ലാഭക്ഷമത നിലനിർത്തുന്ന ഈ കമ്പനിയുടെ ROC 26.8%, ROE 19.8%. കമ്പനിയുടെ കടബാധ്യതകൾ പരിശോധിച്ചാൽ ആകെ കടം 100 കോടി രൂപ മാത്രമാണ്. ഇത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അനുപാതം 0.01 എന്ന വളരെ സുരക്ഷിതമായ നിലയിൽ എത്തിക്കുന്നുണ്ട്. കൂടാതെ നിക്ഷേപകർക്ക് 2.27% ഡിവിഡൻഡ് ഈൽഡും കമ്പനി നൽകുന്നുണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് 61.2%. ഇത് മാനേജ്മെന്റിന് കമ്പനിയിലുള്ള വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ വിൽപ്പനയിൽ 6.4% വളർച്ചയും ലാഭത്തിൽ 6.78% വാർഷിക വളർച്ചയും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ കുറഞ്ഞ കടബാധ്യതയും മികച്ച പ്രവർത്തനക്ഷമതയും ഉള്ള ഒരു ശക്തമായ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനി ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇനി റിസൾട്ടുകൾ നോക്കിയാലും കമ്പനിയുടെ വിൽപ്പനയും ലാഭവും ഒക്കെ ആരോഗ്യകരമായ രീതിയിൽ വളരുന്നുണ്ടെന്ന് കാണാം. പ്രത്യേകിച്ച് പലിശ ചെലവുകൾ അഥവാ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഇല്ലാതാക്കിയത് കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഫെർട്ടിലൈസേഴ്സ് മേഖലയിലെ സീസണൽ മാറ്റങ്ങൾ വിൽപ്പനയെ ബാധിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ നല്ല രീതിയിൽ തുടരുന്നുണ്ടെന്ന് കാണാം. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ നമ്മൾ നോക്കിയാൽ ഒരു ബിസിനസ്സിൽ ലാഭവും കയ്യിലുള്ള പണവും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് വ്യക്തമാകും. കമ്പനിയുടെ
പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് എല്ലാ വർഷവും പോസിറ്റീവ് ആണെങ്കിലും യഥാർത്ഥത്തിൽ ബിസിനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന പണം പലപ്പോഴും ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് 2019 മാർച്ച് മാസത്തെ കണക്കുകൾ പ്രകാരം കമ്പനിക്ക് 1075 കോടി രൂപ ലാഭമുണ്ടായിട്ടും ക്യാഷ് ഫ്ലോ 1130 കോടി രൂപ നെഗറ്റീവായിട്ടാണ് തുടർന്നിരിക്കുന്നത്. അതായത് പേപ്പറിൽ ലാഭം കാണിക്കുമ്പോഴും കയ്യിൽ നിന്ന് പണം പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇത്തരത്തിൽ ക്യാഷ് ഫ്ലോ കുറയാൻ പ്രധാന കാരണം വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇതിനെ പ്രധാനമായും ബാധിക്കുന്നത് കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടാനുള്ള പണക്കുടിശ്ശികയും വിറ്റുപോകാത്ത സ്റ്റോക്കുകളുമാണ്. 2019 2309 കോടി രൂപ കുടിശ്ശിക വന്നതാണ് ക്യാഷ് ഫ്ലോ വലിയ രീതിയിൽ നെഗറ്റീവ് ആകാൻ കാരണമായത്. എന്നാൽ 2021 ഈ കുടിശ്ശികകളെല്ലാം, അതായത് പ്രധാനമായും ഗവൺമെന്റിൽ നിന്നുള്ള സബ്സിഡികളൊക്കെ കൃത്യമായി ലഭിച്ചതോടെ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ക്യാഷ് ഫ്ലോ ആയ 6944 കോടി രൂപ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 2025 മാർച്ച് മാസത്തെ കണക്കുകൾ നോക്കുമ്പോഴും 2697 കോടി രൂപ ലാഭമുണ്ടായിട്ടും കയ്യിൽ കിട്ടിയ ക്യാഷ് 1394 കോടി രൂപ മാത്രമാണ്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നോക്കിയാൽ കമ്പനി അവരുടെ ഭാവി വളർച്ചയ്ക്കായി പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പ്രകാരം കമ്പനി തുടർച്ചയായി പുതിയ പ്ലാന്റുകൾക്കും മെഷീനുകൾക്കുമായി വലിയ തുകകൾ നിക്ഷേപിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2018 മാർച്ചിൽ മാത്രം ഏകദേശം 2428 കോടി രൂപയാണ് ഇത്തരത്തിൽ ആസ്തികൾക്കായി ചെലവാക്കിയത്. ഒരു വളം നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇത്തരം നിക്ഷേപങ്ങൾ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ കയ്യിലുള്ള അധിക പണം കൃത്യമായി ട്രഷറി മാനേജ്മെന്റിലൂടെ മറ്റു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ നിക്ഷേപിക്കാനും കമ്പനി ശ്രദ്ധിക്കുന്നുണ്ട്. 2025 മാർച്ചിലെ കണക്കുകൾ പ്രകാരം 15585 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും 16835 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്തതിലൂടെ 739 കോടി രൂപയുടെ ലാഭം കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. സാധാരണയായി വളരുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ആയിട്ടാണ് കാണാറുള്ളതെങ്കിലും, അതായത് പണം ചെലവാക്കുന്നത് കൊണ്ട് നെഗറ്റീവ് ആകും. ഇവിടെ നിക്ഷേപങ്ങൾ വിറ്റഴിച്ചിലൂടെ ലഭിച്ച പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കമ്പനിയുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ബിസിനസ് വിപുലീകരിക്കാൻ പണം ചെലവാക്കുന്നതിനോടൊപ്പം തന്നെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശയും ലാഭവും വഴി വരുമാനം കണ്ടെത്താനും ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന് സാധിക്കുന്നുണ്ട്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഫൈനാൻസിംഗ് ആക്ടിവിറ്റി പരിശോധിച്ചാൽ കമ്പനി തങ്ങളുടെ കടബാധ്യതകൾ ഗണ്യമായി കുറച്ചു കൊണ്ടുവരുന്നതിനായി കാണാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് 2021 9026 കോടി രൂപയുടെ കടം തിരിച്ചടച്ചതോടെ കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമായിട്ടുണ്ട്. ഇതിന്റെ ഫലമായി 484 കോടി രൂപയുണ്ടായിരുന്ന പലിശ ബാധ്യത 2025 ആയപ്പോഴേക്കും വെറും 26 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട്. പുതിയ വായ്പകൾ എടുക്കാതെ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒപ്പം തന്നെ ഓരോ വർഷവും ഏകദേശം 321 കോടി രൂപയോളം നിക്ഷേപകർക്ക് ഡിവിഡൻഡ് നൽകാനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ലാഭവിഹിതം കൃത്യമായി നൽകുന്നതിനോടൊപ്പം തന്നെ കടമില്ലാത്തൊരു നിലവാരത്തിലേക്ക് കമ്പനി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ് ക്യാഷ് ഫ്ലോ 2025 -2 എന്നാണ് കാണുന്നത്. ഇതിനർത്ഥം ആ വർഷം കമ്പനിയിൽ വന്ന പണത്തേക്കാൾ 2 കോടി രൂപ അധികം പുറത്തേക്ക് പോയി എന്നാണ്. എന്നാൽ 2024 ഇത് 73 കോടി രൂപ എന്ന് പോസിറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ട്. നെറ്റ് ക്യാഷ് ഫ്ലോ 0-ന് അടുത്ത് നിൽക്കുന്നത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. കാരണം കമ്പനി തങ്ങളുടെ കൈവശമുള്ള പണം കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുകയോ കടം വീട്ടാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ടാകാം. ചിത്രത്തിൽ താഴെ കാണുന്ന ഫ്രീ ക്യാഷ് ഫ്ലോ ശ്രദ്ധിക്കുക. 2025 ഇത് 824 കോടി രൂപയാണ്. ഒരു കമ്പനി തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ശേഷം ബാക്കി വെക്കുന്ന യഥാർത്ഥ പണമാണിത്. പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾ എപ്പോഴും നിക്ഷേപകർക്ക് സുരക്ഷിതമായ ഒരു ചോയ്സ് ആണ്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യത്തിൽ അവരുടെ ഫ്രീ ക്യാഷ് ഫ്ലോ 824 കോടി രൂപയാണ്. അതായത് എല്ലാ ചെലവുകൾക്കും ശേഷം 824 കോടി രൂപ കമ്പനിയുടെ പോക്കറ്റിലുണ്ട് എന്നർത്ഥം. 2024 ഇത് 2718 കോടി രൂപയായിരുന്നു. ഈ പണം ഉപയോഗിച്ചാണ് കമ്പനി നിക്ഷേപകർക്ക് ഡിവിഡൻഡ് നൽകുന്നത്, ബാക്കി കടങ്ങൾ വീട്ടുന്നതും. തുടർച്ചയായി പോസിറ്റീവ് FCF, അതായത് പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾ നിക്ഷേപകർക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നൊരു ഭാഗവും കാണാം. കമ്പനിയുടെ പ്രവർത്തന ലാഭത്തിന്റെ എത്ര ശതമാനം യഥാർത്ഥത്തിൽ പണമായി കയ്യിൽ കിട്ടുന്നുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 2025 ഇത് 71% എന്ന് കാണാം. അതായത് കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ 71% പണമായി തന്നെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. ബാക്കി 29% കടമായിട്ടോ സ്റ്റോക്കായിട്ടോ കുടുങ്ങിക്കിടക്കുന്നു. 2021 ഇത് 295% വരെ എത്തിയിട്ടുണ്ട്. അതിനർത്ഥം ആ വർഷത്തെ ലാഭത്തേക്കാൾ കൂടുതൽ പണം, അതായത് പഴയ കുടിശ്ശികൾ ഉൾപ്പെടെ കമ്പനിക്ക് ലഭിച്ചു എന്നാണ്.
ലാഭത്തിന്റെ 71% ക്യാഷായി തന്നെ മാറുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരം കമ്പനികൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. പേപ്പറിൽ ലാഭം മാത്രം കാണിക്കുകയും എന്നാൽ കയ്യിൽ പണമില്ലാതെ കുഴയുകയും ചെയ്യുന്ന കമ്പനികൾക്കിടയിൽ ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഈ ഒരു ക്യാഷ് റിച്ച് സ്വഭാവം നിക്ഷേപകർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഇത്തരത്തിൽ വിശകലനം നടത്തിയിട്ട് വേണം നമ്മളും ഒരു അന്തിമ തീരുമാനം എടുക്കാൻ. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ വിപണിയിലെ പ്രകടനം നോക്കാം. നിലവിൽ ഈ ഓഹരി 440 to 450 രൂപ നിലവാരത്തിലാണ് വ്യാപാരം നടത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ ഇതിന്റെ ഏറ്റവും ഉയർന്ന വില 742 രൂപയാണെന്ന് കാണാം. ഇപ്പോൾ ആ വിലയിൽ നിന്ന് ഏകദേശം 38% താഴെയായിട്ടാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ഇത് നിക്ഷേപകർക്ക് എൻട്രി പോയിന്റ് ആയി പലരും കണക്കാക്കുന്നുണ്ട്. ചരിത്രപരമായ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ്. കമ്പനിയുടെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ ഓഹരി ലഭ്യമാകുന്നത്. ഈ അനാലിസിസ് വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് ആയി ചമ്പൽ ഫെർട്ടിലൈസേഴ്സിനെ പരിഗണിക്കാൻ കഴിയുമോ? താഴെ കമന്റ് ചെയ്യുക.